എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്ക് ഇരമ്യാ പ്രവചനം 15:16 മുതലുള്ള വേദഭാഗങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാം. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കിയാൽ നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരിക്കുന്നു. എൻ്റെ വേദന നിരന്തരവും എൻ്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവും ആയിരിക്കുന്നതെന്ന്. നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ പോലെയാവും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരികയില്ല. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമര ഭിത്തിയാക്കി വയ്ക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കില്ല. നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും നിന്നോടുകൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും നിഷ്കണ്ടകന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും. വളരെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വേദഭാവമാണ്. ഇതിൻ്റെ ഓരോ വാക്യത്തെക്കുറിച്ചും വ്യക്തമായി വ്യാഖ്യാനിക്കാനും നിർവചിക്കാനും സന്ദർഭവും സമയങ്ങളും നോക്കി ചെയ്യുമ്പോൾ വളരെ സമയം എടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രകടമായിട്ടും ഇത് പ്രവാചകൻ യഹോവ വെളിപ്പെടുത്തുന്ന കാര്യം ആരെക്കുറിച്ചാണ് എന്ന് നമുക്ക് ആദ്യം തന്നെ പറയാം. ഈ ഭാഗം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ്. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഒന്നാം വരവിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. യഹൂദ ജാതിയുടെ ഇടയിലേക്ക് യേശുക്രിസ്തു വന്നപ്പോൾ യേശുവിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു, ഏത് വിധത്തിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ വിശദമായി പറയും. ഇതിൻ്റെ ആദ്യ വാക്യം തന്നെ ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്നാണ്. ഇത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്ന കർത്താവിൻ്റെ കാലത്ത് എഴുതിയിരിക്കുന്ന ന്യായപ്രമാണം 39 പുസ്തകങ്ങൾ, ഇവയെ കണ്ടെത്തി കർത്താവ് മുഴുവൻ ഭക്ഷിച്ചു എന്നാണ്. കർത്താവ് ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് തന്നെയാണ് ഇവിടെ ഭൂമിയിൽ യഹൂദജാതിയുടെ ഇടയിൽ വന്നത്. കർത്താവ് 40 ദിവസം ദൈവത്തിൻ്റെ വചനം അഭ്യസിച്ചുകൊണ്ടിരുന്നെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നിവൃത്തിയാണ് ഭക്ഷിച്ചിരിക്കുന്നു. അതിൽ നിന്ന് കർത്താവിന് ലഭിച്ചത് സന്തോഷവും ആനന്ദവുമാണ്. അപ്പം ഈ സന്തോഷവും ആനന്ദവും പ്രാപിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യം. അതിനായിട്ട് ആദ്യം വേണ്ടത് യഹോവയായ ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. രണ്ടാമത് അറിയേണ്ടത് ആര് വഴിക്കാണ് ഈ സന്തോഷങ്ങൾ നിവൃത്തിപഥത്തിലാകുന്നത് എന്നുള്ള അറിവാണ്. അപ്പോൾ 2 അറിവുകളാണ് നമ്മളെ സന്തോഷപൂർണതയിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ പഴയ നിയമത്തിൽ പിതാവായ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്ലാനുകളെക്കുറിച്ചും, പുതിയ നിയമത്തിൽ അതെങ്ങനെ നിവൃത്തിപഥത്തിലാക്കുന്നു എന്നതിനെക്കുറിച്ചുമുള്ള വിഷയങ്ങളാണ് വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്.
യേശുക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി വന്ന് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടങ്ങളെല്ലാം നിറവേറ്റുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ലോകപ്രകാരമുള്ള ഒരു കൂട്ടുകെട്ടിലും ഭരണപരമായോ മതപരമായ ഒരു ആലോചനയിലും യേശുക്രിസ്തു ഇരുന്നില്ല. എല്ലാറ്റിനും ഉപരിയായിട്ട് വ്യത്യസ്തനായി ദൈവത്തിൻ്റെ ഇഷ്ടമെന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടാണ് യേശുക്രിസ്തു ജീവിച്ചത് എന്നാണ്. അപ്പോൾ വളരെ ദുഃഖവും വേദനയും കഷ്ടവും സങ്കടവും അനുഭവിക്കുന്ന വിധത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതം. കാരണം ആദാമ്യ പാപത്തിൻ്റെ ഫലമായി ഈ അനുഭവങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു വന്നത്. അവൻ തന്നെത്താൻ പാപമാക്കിയെന്ന പാപത്തിൻ്റെ അനന്തര ഫലങ്ങളെല്ലാം തൻ്റെ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടാണ് യേശുക്രിസ്തു അനുസരണം ഉള്ള ഒരു ജീവബലിയായി തീരുവാൻ, പിതാവിൻ്റെ ഇഷ്ടമായി പ്രവർത്തിക്കുവാൻ ഉദ്ദേശിച്ചതും ചെയ്തതും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഈ ബലി പൂർത്തിയാക്കി യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി ചെന്നു എന്നാണ്. നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് അവൾ പറഞ്ഞു. പല വിമർശകന്മാരും യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ അവർ ഈ ബൈബിളൊന്നും പരിശോധിക്കാതെ തന്നെ പല ആശയങ്ങളും തങ്ങളുടെ മനസ്സിൽ നിന്ന് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേദപുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് ഒരു രേഖയുമില്ലെന്നൊക്കെ പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും പുനരാഗമനത്തെക്കുറിച്ചും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമായ നിർദ്ദേശങ്ങളും രേഖകളും അടയാളങ്ങളും വേദപുസ്തകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ യുക്തിയിലും ബുദ്ധിയിലും ഉദിക്കുന്ന ഏതൊരു ചോദ്യത്തിനും ഉത്തരം പറയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം അതിശക്തമായിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വാക്യം അതിൻ്റെ കൂടി ഒരു തെളിവാണ്. നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാകും. യേശുക്രിസ്തുവിനെ കുറിച്ച് യഹോവയുടെ വചനം എന്നാ പറയുന്നത്. യഹോവയുടെ വായാണ് യേശുക്രിസ്തു. അതാണ് പറയുന്നത്, നീ എൻ്റെ വായ് പോലെ ആകും. കർത്താവ് സംസാരിച്ചത് എങ്ങനെ തന്നെയാ, എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് യേശുവാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധി വേണ്ട കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ വളരെ ബുദ്ധി ആവശ്യമാണ്. നീ എൻ്റെ വായ് പോലെയാകും, ഞാൻ നിന്റെ പക്ഷം തിരിയും. ആരുടെ പക്ഷം? യഹോവ യേശുക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കുമെന്ന. അതിൻ്റെ തെളിവെന്താ? പിതാവായ ദൈവം തന്റെ ശക്തിയാൽ തന്റെ പുത്രനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന. റോമൻ സാമ്രാജ്യത്തിനോ യഹൂദ ജാതിക്കോ പീലാത്തോസിനോ യേശുവിനെ നിശേഷമില്ലാതാക്കുവാൻ കഴിഞ്ഞില്ല. യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഞാൻ നിന്നെ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വയ്ക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കില്ല. കർത്താവിൻ്റെ വചനങ്ങൾ ഇല്ലാതെയാക്കുവാനായിട്ടുള്ള ഒരു പോരാട്ടമാണ് യഹൂദജാതിയുടെ ഇടയിൽ ഉണ്ടായത്. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും നിഷ്കണ്ടകന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും. യേശുവിൻ്റെ പുനരുത്ഥാനവും സ്വർഗാരോഹണവും വഴി
യേശു തൻ്റെ ദൗത്യങ്ങളെല്ലാം മാനവരാശിക്ക് വേണ്ടി നിർവഹിച്ച് വിജയശ്രീലാളിതനായി പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് അവൻ ആരോഹണം ചെയ്തു. വീണ്ടും ഒരു മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഭാഗത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കും.